കൂട് വിട്ട് പുതിയ കൂട്ടിൽ കയറുമ്പോൾ പഴയ കൂട് മോശമാണെന്നും പറഞ്ഞ് ധാറടിച്ച് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല. നമ്മളെ നമ്മളാക്കിയതിൽ നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു നല്ല പങ്ക് പഴയ കൂടിനു കൂടി അവകാശപ്പെട്ടതാണ്. ഇത് പറയാൻ കാരണം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വീഡിയോകളും കുറിപ്പുകളും കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ്. പുതിയ ഒരു ചാനലിന്റെ ലോഞ്ചിങ് പ്രൊമോഷൻ പരിപാടിയാണെന്ന് തോന്നുന്നു. സദസ്സിൽ നിന്നൊരു കേൾവിക്കാരി ചോദിക്കുന്നു, TV തുറന്നാൽ സ്ഥിരമായി ആദ്യം വരുന്നത് ഒരു ചാനലാണ്, പിന്നെ വരുന്നത് മറ്റൊരു ചാനൽ. അതെന്തുകൊണ്ടാണെന്ന ചോദ്യം ഒഴിപ്പിക്കും മുമ്പ് മൈക്കും പിടിച്ചുകൊണ്ട് നിന്ന അവതാരക ഇടപെടുന്നു. TV തുറന്നാൽ ആദ്യം കാണുന്നതിനെയാണ് ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. അത് പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്, അത് കച്ചവടമാണ്, അത് ശരിയല്ല. പകരം ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആളുകൾ ഞങ്ങളെ തേടി വരണം, അല്ലാതെ ചിലരെ പോലെ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ചോദ്യകർത്താവിനേക്കാൾ ആവേശത്തോടെ ഈ അവതാരക കുത്തിയും മോശമായി ചിത്രീകരിച്ചതും അവർ തൊട്ടു മുൻപ് ജോലി ചെയ്ത ചാനലിനെയാണ്. ശേഷം അതിന് തൊട്ടു മുൻപ്, അതായത് പിച്ച വെച്ച് നടന്ന ചാനലിനെ കുറിച്ചും പരിഹസിച്ചു. കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സാലറിയും കൊടുത്ത് വർഷങ്ങളോളം അവിടെ ജോലി ചെയ്ത് ആ ടീമിന്റെ ഭാഗമായി നിന്ന് കിട്ടിയ ആനുകൂല്യങ്ങളെല്ലാം നേടി അവർക്ക് ചാനലിൽ നല്ല സ്പേസ് കൊടുത്ത് ഇന്ന് കാണുന്ന രീതി പോപ്പുലറാക്കി മാറ്റി വളരെ മനോഹരമായി മര്യാദയോടെ യാത്രയച്ച ചാനലിനെ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്ക് തള്ളിപ്പറയുന്ന മാനസികാവസ്ഥ. ഇത് പ്രൊഫഷനാണെങ്കിലും ഒരല്പം നന്ദി മനുഷ്യരിൽ അവശേഷിക്കുന്നത് അവരുടെ ക്വാളിറ്റിയുടെ ലക്ഷണമാണ്. പ്രത്യേകിച്ച് ചോദിച്ചതെല്ലാം കൊടുത്ത് വിട്ടുപോകുന്ന കാലം വരെ നല്ല രീതിക്ക് കൂടെ നിന്ന സ്ഥാപനത്തോട് കാണിക്കുന്ന മര്യാദ. ഇതിപ്പോ ഒന്നിരട്ടി വെളുത്തപ്പോഴേക്കും ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവരെ തള്ളിപ്പറയുന്നവരെ ആർക്ക് വിശ്വസിക്കാൻ കഴിയും? മത്സരബുദ്ധിയാവാം, പക്ഷേ ഇന്നലെ വരെ കാലുറപ്പിച്ച് നിർത്തിയവരെ ഒറ്റയടിക്ക് മോശക്കാരാക്കി തള്ളിപ്പറഞ്ഞുകൊണ്ട് ആവരുത്. ഇനി പണം കൊടുത്ത് വാങ്ങുന്ന കാര്യവും ഇത് കൊടുക്കാതെ ആളുകൾ തേടി വരുന്ന വീരവാദവും അതൊക്കെ പറയുന്നത് കൊള്ളാം, പക്ഷേ നാളെയും അത് പറയണം. പിന്നെ അങ്ങനെയാണെങ്കിൽ പുതിയ ചാനൽ എന്തിനാണ് നാലാംകിട അശ്ലീല ഫോട്ടോകളും കണ്ടന്റുകളും കൊടുത്ത് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയ ഒരു ലോ ക്ലാസ് ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അക്കൗണ്ടുകളും പണം കൊടുത്തു വാങ്ങി പേര് മാറ്റി സ്വന്തം പേരിൽ പ്രവർത്തിച്ചു? അത് എന്തിന്? പുതിയ പേജ് തുടങ്ങിയാൽ പോരെ, ആളുകൾ അങ്ങോട്ട് തേടി വരുമായിരുന്നല്ലോ. അപ്പോൾ അമ്മായിക്ക് അടുപ്പിലുമാകാം, മരുമോൾക്ക് പറമ്പിലുമായിക്കൂടാ. ഇതൊന്നും മാധ്യമരംഗത്ത് അത്ര ഭൂഷണമല്ല. നാളെ ഒരു കാലത്ത് ഇപ്പോൾ നിൽക്കുന്ന ചാനലിൽ നിന്ന് പടിയിറങ്ങേണ്ട സ്ഥിതി വരുമ്പോൾ തിരിച്ച് ഈ പരിഹസിച്ച ചാനലുകളിൽ ചെന്ന് കയറേണ്ട സ്ഥിതി വരില്ല എന്ന് ആര് കണ്ടു? അങ്ങനെ ആകില്ലെന്ന് ഉറപ്പു പറയാൻ പറ്റുമോ? സ്വയം ആലോചനയും വീണ്ടു വിചാരവും ഒക്കെ വേണം. നമുക്ക് ഒരു സ്പേസ് തന്ന സ്ഥാപനത്തെ അവിടുന്ന് പടിയിറങ്ങുമ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും ദുഷിപ്പിക്കരുത്. ആരോഗ്യകരമായ മത്സരമൊക്കെ ആകാം, പക്ഷേ ഇത്തരണത്തിലുള്ള പരിഹാസങ്ങൾ ശരിയല്ല.